Hey hi, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഈ ഒരു ക്യാമറ, അതായത് DJI Osmo എന്ന് പറയുന്ന ഈ ഒരു ആക്ഷൻ ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അതുപോലെ തന്നെ അതിനുള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഞാനിത് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 രൂപയുടെ ക്യാമറയാണിത്. ഇത് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഏകദേശം 21,000 രൂപയാണ് അതിന്റെ റേറ്റ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിയത് ഏകദേശം 15,500 രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ ഇതിനെന്ന് പറയുമ്പോൾ ഈ അടുത്തൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, ഏകദേശം ജൂലൈ 26 സംതിങ് ആ ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വാങ്ങിയതാണ്. അപ്പൊ ഏകദേശം 16,000 രൂപയ്ക്ക് ഈ ഒരു പ്രൈം കസ്റ്റമേഴ്സിനായിട്ട് ഒരു ഓഫർ വന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം 15,000 രൂപയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വെറുത്താണെന്ന് തോന്നി വാങ്ങിയ ഒരു ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗോപ്രോ ഉണ്ടല്ലോ, ഗോപ്രോയുടെ ഒക്കെ ഏകദേശം കോമ്പറ്റീറ്റർ ആയിട്ട് വരും ഈ ഒരു DJI Osmo എന്ന് പറയുന്ന ക്യാമറ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാതെ വാങ്ങിയത്. എന്തായാലും ഇതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് ഞാൻ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഇനി വരുന്ന ഒരു ലോങ് ടേം റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രാവൽ വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പാക്കേജ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ നീറ്റായിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബോക്സ് ആട്ടോ, ഒരു കുട്ടി ബോക്സ് ആണ്, പക്ഷേ നല്ല നീറ്റായിട്ട് തന്നെ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബാഡ്ജ് എല്ലാം കാണുന്നുണ്ട്, രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് 1 year വാറണ്ടി ഇൻ ഇന്ത്യ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഈ ഒരു ബാഡ്ജ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഇതിൻ്റെ MRP എല്ലാം വരുന്നുണ്ട്. ഏകദേശം 30,000 രൂപ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 15 രൂപയ്ക്കൊക്കെയാണ് കിട്ടിയത്, ഏകദേശം ഹാഫ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പാക്കറ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കവർ പൊളിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളെല്ലാം വായിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ അവർ പറയുന്നത് ഡ്യുവൽ ഡിസ്പ്ലേ ഉണ്ട് എന്നാണ്, അതായത് ഇതിനായിട്ട് 2 ഡിസ്പ്ലേ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ഇതിനായിട്ട് HDR മോഡ് ഉണ്ട്. അതുപോലെ RS എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇന്ന് അവൈലബിൾ ആണ്, അതായത് റോക്ക് സ്റ്റഡി മോഡ് എന്നാണ് പറയുക. അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അതുപോലെ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ നമുക്കിത് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടും നല്ല ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പുറത്ത് നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വലുതായിട്ട് ഒരു കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും വെയിറ്റുള്ള ക്യാമറ എൻ്റെ ഒക്കെ പിടിച്ചിട്ട് എനിക്കിത് ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ട് ഒരു പ്രൊട്ടക്റ്റിംഗ് കേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് ആകെ കിട്ടിയത് ആ ഒരു ക്യാമറ മാത്രമാണ്, പിന്നെ അതിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്റ്റിക്ക് മാത്രമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു കേസ് ഒന്ന് അഴിച്ചു നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കേസ്, പക്ഷെ തുറക്കാനല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗം തുറക്കുന്നു, അതിന് ശേഷം ഇതിനുള്ളിൽ നിന്ന് ക്യാമറ ഒന്ന് പുറത്തെടുക്കാം. നല്ല ടൈറ്റായി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ക്യാമറ ഭയങ്കര നീറ്റല്ലേ കാണുമ്പോൾ തന്നെ. അതുപോലെ നമുക്കിവിടെ ആയിട്ട് ഓസ്മോ എന്നെല്ലാം ഓസ്മോ ആക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് താഴെയായിട്ട് ഒരു ബാറ്ററി സ്ലോട്ട് കൂടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഗ്ലാസ്സുള്ള ഭാഗങ്ങളെല്ലാം, സ്ക്രാച്ച് വരുന്ന ഭാഗങ്ങളെല്ലാം ഒരു സ്ക്രാച്ച് പ്രൂഫ് ഒരു ചെറിയൊരു ഫിലിം വെച്ച് അവർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ചെറിയ ബോക്സ് കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിലാണ് ബാക്കി ആക്സസറീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുന്ന സമയത്ത് തന്നെ ആദ്യം നമുക്ക് കിട്ടുന്നത് ഇത് ചെറിയൊരു കേർവ് ആയിട്ടുള്ള ഒരു മൗണ്ടാണ് കേട്ടോ, ചെറിയ കേർവ്ഡ് മൗണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു മൗണ്ടാണ് അവർ തന്നിരിക്കുന്നത്. അതുപോലെ ഒരു ഫ്ലാറ്റ് മൗണ്ട് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി കേസിലായിട്ടാണ് ആ ഒരു ബാറ്ററി അവർ ഇട്ട് തന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കേസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിനുള്ളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആവാതെ നല്ല നീറ്റായിരുന്നോളും. ഇനി നമുക്ക് എക്സ്ട്രാ ബാറ്ററി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ എക്സ്ട്രാ ബാറ്ററീസ് എല്ലാം അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇടാനായിട്ട് ഈ ഒരു സ്ലോട്ടിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ചുമ്മാ ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കണം. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ SD കാർഡ് അതുപോലെ ബാക്കി സ്ലോട്ട്സ് എല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഈ ഒരു കവർ കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഈ കവറിനുള്ളതായിട്ട് നമുക്ക് ആദ്യം വരുന്നത്
ഒരു ചെറിയ USB കേബിളാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ അതുപോലെ ചാർജിങ്ങിനൊക്കെ യൂസ് ചെയ്യാവുന്ന ചെറിയൊരു USB കേബിൾ. അതുപോലെ ഇതിൻ്റെ സ്ക്രൂ ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു സ്ക്രൂ നമ്മൾ നമ്മുടെ ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ഹെൽമെറ്റിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അതായത് നമ്മൾ YI വാങ്ങുന്ന സമയത്ത് നമുക്കിതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. എന്തായാലും നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിലായിട്ട് വരുന്നത്. ഇനി എന്തായാലും നമുക്കിതൊന്ന് ഓണാക്കാം. ഓണാക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അതിന് ശേഷം ഒരു QR കോഡ് വരുന്നുണ്ടാവും. ഇത് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ടുള്ള DJI Mimo എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതുപോലെ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ മോഡ്സ് ഉണ്ട്, പലതരം മോഡ്സ് ഉണ്ട് കേട്ടോ. സ്ലോ മോഷൻ അതുപോലെ പല മോഡ്സും വീഡിയോ മോഡ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ നമുക്ക് ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും പല മോഡ്സ് ഉണ്ട്. അതുപോലെ ബേഴ്സ് മോഡ്, സിംഗിൾ ഫോട്ടോ മോഡ്, ടൈമർ മോഡ് പോലെയുള്ള പല മോഡ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന സൈഡിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ സ്വിച്ച് ഓണും ഓഫും ആക്കാൻ സാധിക്കും കേട്ടോ. അത് മാറ്റി നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാമറയുടെ നമ്മൾ ഇതുപോലെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും, റെസൊല്യൂഷനും കാര്യങ്ങളെല്ലാം. ഞാനിപ്പോൾ എന്തായാലും 1080p 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇടുന്നത്. അതിനുശേഷം മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റോക്ക് സ്റ്റഡി മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ റോക്ക് സ്റ്റഡി മോഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുക. എന്തായാലും ഞാൻ ഇതും കൊണ്ട് നമ്മുടെ ഈ ഒരു ക്യാമറയിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഫൂട്ടേജസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ റോക്ക് സ്റ്റഡി മോഡ് ഓണാക്കാതെ ഷൂട്ട് ചെയ്ത ഒരു ഫൂട്ടേജസ് എന്ന് പറയുന്നത്. എത്രത്തോളം ഷെയ്ക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ റോക്ക് സ്റ്റഡി മോഡ് ഓണാക്കിയിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. ഞാൻ സെയിം സ്റ്റെപ്സ് എല്ലാം ഇറങ്ങുമ്പോഴും എനിക്ക് ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ക്യാമറയിൽ എടുത്ത വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളെടുത്ത ഔട്ട്ഡോർ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു കളറിന്റെ കോമ്പിനേഷൻ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡേ ലൈറ്റിൽ എടുക്കുമ്പോൾ നല്ല കിടുവായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ തരക്കിയിട്ടില്ലാത്ത കളേഴ്സ് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനൽ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.